ഹലോ, വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. പുതിയ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉണ്ണിയുടെ മുട്ടയടിക്കാൻ തീരുമാനിച്ചു. സർപ്രൈസിങ് വീഡിയോ ആണ്, ഒരു റിയാക്ഷൻ വീഡിയോ, ഫാമിലി മെമ്പേഴ്സിനുള്ള റിയാക്ഷൻ വീഡിയോ. ഞങ്ങൾ ചെറുതുരുത്തി പോയപ്പോൾ പെട്ടെന്ന് മുട്ടയടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ബാർബർ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. എവിടെ നേർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം അവളെ ഇരുത്തിയപ്പോൾ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു. വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാണ്ടേ പോയത്. അപ്പോൾ അവർ ആദ്യം ട്രിമ്മർ വെച്ചിട്ട് നോക്കി അവളെ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളതിനനുസരിച്ചിട്ട് കത്തി വെക്കാം എന്നുള്ളത് നോക്കി. പിന്നെ കസിൻസായ 2 പേരുണ്ടായിരുന്നു, ഉണ്ണിയുടെ ചെറിയച്ഛന്മാരുണ്ടായിരുന്നു. അവർ കുറേ അങ്ങനെ ഇങ്ങനെ കളിച്ച് കാണിച്ചും പിന്നെ ലാസ്റ്റ് ഫോൺ എടുക്കേണ്ടി വന്നു. എന്നാൽ അവൾ ഒതുങ്ങിയിരിക്കും, കാരണം കത്തി കൊണ്ടല്ലേ, റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഒന്ന് ഫോൺ കാണിച്ചു കൊടുത്തു. എന്നാലും അവൾ ഫോണിക്കൊന്നുമല്ല നോക്കണത്, ബാക്കി തൊട്ടപ്പുറത്ത് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെയൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ മുട്ടയടി കഴിഞ്ഞു. ആകെ ക്ഷീണിച്ച് കിട്ടി മുട്ടയടിച്ചിട്ട്. ഒതുങ്ങിയിരിക്കുകയല്ലേ, കോട്ടുവായൊക്കെ. നമ്മൾ രാത്രിയാണ് കേട്ടോ പോണത്, നൈറ്റാണ് നമ്മളൊന്ന് ചെറുതുരുത്തി ഇറങ്ങിയത്. കാരണം നമ്മുടെ നാട്ടിൽ താലപ്പൊലിയാണ്, അപ്പോൾ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ തീരുമാനം എടുത്തത്. നല്ലൊരു ഡേ തന്നെ മുട്ടയടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ഉണ്ണിയുടെ അച്ചാച്ചനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അച്ചാച്ചൻ്റെ റിയാക്ഷൻ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ കാവിലാണുള്ളത്, നമ്മുടെ കാവിലാണ് അച്ഛന് ഉള്ളത്. അപ്പോൾ നേരെ കാവിലേക്ക് വിട്ടു. ഫസ്റ്റ് റിയാക്ഷൻ ഉണ്ണിയുടെ അച്ചച്ചൻ്റെ തന്നെ ആയിരിക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ നമ്മൾ കാവിലേക്ക് പോവാണ്. കാവിലെത്തി. അച്ഛൻ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, ആരോടോ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനെ ഏട്ടൻ വിളിക്കുകയാണ് ഒന്ന് വരാൻ പറഞ്ഞിട്ട്. ഞങ്ങൾ വരണതൊന്നും കണ്ടില്ല, ഏട്ടനെ കണ്ടു. അപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ നമുക്കൊന്ന് കാണാം. കണ്ടില്ലേ, അച്ഛൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മളാരോടും പറയാണ്ടല്ലേ പോയത്. അപ്പോൾ ആദ്യം ചീത്ത കേൾക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ അച്ഛൻ ഞെട്ടി. അങ്ങനെ വീട്ടിലേക്ക് വന്ന അവിടെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഞെട്ടി. ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ. ഓരോരുത്തർ വരി വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരുടെ മുഖത്തും പല വികാരങ്ങളാണ്. ചിലർക്ക് അയ്യോ മുട്ടയടിച്ചു, അങ്ങനെ മുടി ഉണ്ടായിരുന്നതാണല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാണ്ടായപ്പോൾ അവൾ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടക്കുട്ടി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം കാണിച്ചു തരും, തലയിൽ കൈ വെച്ചിട്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ റിയാക്ഷൻസാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നെക്സ്റ്റ് അമ്മമാർ, ഏട്ടൻ്റെ അമ്മ, പിന്നെ മേമ, അവരൊക്കെ ബാല കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയത് അവളെ ഒന്ന് മേലേൽപ്പിച്ചു. അപ്പോൾ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നതും കാണുന്നത് ഉണ്ണീനെയാണ്. ഇതെൻ്റെ അമ്മ. എല്ലാവരും ഞെട്ടി. ആകെ മേത്ത് നിറച്ച് മുടിയായിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ ഇരുത്തിയിരിക്കുകയായിരുന്നു. അപ്പം നൈറ്റായിട്ടോ, അവർ ബാല കഴിഞ്ഞിട്ട് വരികയായിരുന്നു. ഒരു 10:30 ടൈമായി. അത് ചെറിയച്ഛനാണ്. ചെറിയച്ഛന് ഞെട്ടി. അവൾ കാണിച്ചു തരികയാണ്. അങ്ങനെ അന്നത്തെ ദിവസം എല്ലാവരുടെയും റിയാക്ഷൻ വീഡിയോ എടുത്തു. അന്ന് താലപ്പൊലി ആയതുകൊണ്ട് തന്നെ താലം പിടിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. എനിക്ക് പിടിക്കാൻ പറ്റിയില്ല, കാരണം ഉണ്ണി ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം വേണമല്ലോ, ഒരു മണിക്കൂറോളം നിൽക്കണ്ടേ. അപ്പോൾ ഉണ്ണി എന്നെ വിട്ട് അങ്ങനെ, അവൾക്ക് ഉറങ്ങേണ്ട ടൈമല്ലേ, അപ്പോൾ ഞാൻ നിന്നില്ല. അപ്പോൾ ബാക്കി എല്ലാവരും താലം പിടിച്ച് നമ്മുടെ അവിടെ നിന്നാണ് താലം ഫസ്റ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതും കൂടി കാണിച്ച് ഉണ്ണി ഒരു 12:30 ആ ടൈമൊക്കെ ആയി. 12:30 1 മണി ആയി ഒന്ന് ഉറങ്ങിയപ്പോൾ. നല്ല സുഖത്തിൽ ഉറങ്ങി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞിരിക്കുന്ന ഒരു സർപ്രൈസിങ് വീഡിയോ ആയിരുന്നു. നമുക്കിനി വീണ്ടും കാണാം പുതിയ വീഡിയോസായിട്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.